പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മടങ്ങിവരവ് താമസിക്കുന്നത് കൊണ്ട് ഇന്ന് രാവിലെയും ഡിവോഷണൽ സ്റ്റഡിക്ക് നമുക്ക് സമയം കിട്ടി അല്ലേ? പ്രൈസ് ദി ലോർഡ്. ചില ദിവസം രാവിലെ ദൈവത്തെ വേണ്ട പോലെ സ്തുതിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നില്ലേ? ഐ ഫെയിൽ ബട്ട് മൈ ഗോഡ് വിൽ നെവർ എവർ ഫെയിൽ. മീഖാ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ഇതിനകത്ത് പുലരുമ്പോൾ എന്നൊരു വാക്കുള്ളത് എന്നെ ചിന്തിപ്പിച്ചൊരു വാക്ക്. അതുകൊണ്ടാണ് ഞാൻ മീഖാ 2-ന്റെ 1-2 വാക്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അവർക്ക് പ്രാപ്തിയുള്ളതുകൊണ്ട് പുലരുമ്പോൾ തന്നെ അവർ അത് നടത്തുന്നു. അവർ വയലുകളെ മോഹിച്ച് പിടിച്ചു പറിക്കുന്നു. അവർ വീടുകളെ മോഹിച്ച് കൈക്കലാക്കുന്നു. അങ്ങനെ അവർ പുരുഷനെയും അവൻ്റെ ഭവനത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. പ്രാപ്തിയുള്ളവൻ നടത്തിയെടുക്കും, പണമുള്ളവൻ നടത്തിയെടുക്കും, സ്വാധീനമുള്ളവർ നടത്തിയെടുക്കും. പക്ഷേ മനസ്സിലാക്കണമേ കുഞ്ഞേ, ചോദിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഗോഡ് ഈസ് എ ഗുഡ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം അല്പനേരത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 91:16. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന 2 കാര്യങ്ങൾ. അലക്സാണ്ടർ ഡ്യൂമാസിനോട് ഒരാൾ ചോദിച്ചു, ഹൗ ഡു യു ഗ്രോ ഓൾഡ് സോ ഗ്രേസ്ഫുള്ളി? അതായത് ദൈവകൃപയിൽ ഐശ്വര്യമായി നീ എങ്ങനെയാ പ്രായം കവിഞ്ഞ് മുന്നോട്ട് പോകുന്നത്? അലക്സാണ്ടർ ഡ്യൂമാസ് ഉടനെ മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ സമയം അതിനായി ചിലവഴിക്കും. ഒരു ഭക്തൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിൻ്റെയും എൻ്റെയും പ്രായം മെഷർ ചെയ്യുന്നത് കലണ്ടർ അല്ല, സ്പിരിച്വൽ പ്രോഗ്രസ് ആണ് എന്ന്. അതായത് ആത്മീയ ഉന്നതി ആണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങൾ. ജെനിസിസ് ചാപ്റ്റർ 5 വേഴ്സ് 23 and 24 ഇങ്ങനെ പറയുന്നു, ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ നടക്കുകയോ ദൈവത്തിൽ നിന്ന് അകന്ന് പിന്നിലേക്ക് പോവുകയോ ചെയ്തില്ല. ദൈവത്തിൽ നിന്ന് അവൻ പിന്മാറുകയോ ചെയ്തില്ല. ഒരിക്കൽ പത്രോസ് ചെയ്തതുപോലെ പിന്മാറിപ്പോയി. ആമോസ് 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? പറ്റുകയില്ല. വളരെ നീളമുള്ള, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ ജാടയുള്ള ഒരു വ്യക്തിക്കും താഴ്മയോടെ വളരെ ഒതുങ്ങിക്കഴിയുന്ന ഒരാൾക്കും വളരെ നേരം ഒരുമിച്ച് നടക്കുവാൻ സാധ്യമല്ല. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ. ഹാനോക്ക് ദൈവവുമായി ഒരു വാക്കിന് പോയി. ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ അറ്റ് എ സർട്ടൻ പോയിന്റ് when they reached, ദൈവം പറഞ്ഞു, ഇറ്റ് ഈസ് ക്ലോസർ ടു മൈ ഹൗസ് ദാൻ യുവേഴ്സ്, സോ ജസ്റ്റ് കം ഹോം വിത്ത് മീ. പ്രൈസ് ദി ലോർഡ്. 300 ദീർഘവർഷം ദൈവത്തോടു കൂടെ നടന്നു. ആയുഷ്കാലമൊക്കെയും അവന് ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കുവാനും ദൈവം അവന് കൊടുത്ത ആ കാലമൊക്കെയും ആ ആയുഷ്കാലം മുഴുവനും ദൈവത്തിൻ്റെ മനസ്സിനോട് പറ്റിച്ചേർന്ന് ജീവിപ്പാനും അവന് സാധിച്ചു. അവന് ഭാര്യയും മക്കളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അത് ദൈവവുമായുള്ള അവൻ്റെ കൂട്ടായ്മ ബന്ധത്തിന് വിഘ്നം വരുത്തിയില്ല. എബ്രായർ 11:5 നാം ഇങ്ങനെ വായിക്കുന്നു, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 5, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന്
അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് സാക്ഷ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു വ്യക്തി ഹാനോക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. യൂദ 15-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തി കെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. പ്രൈസ് ദ ലോർഡ്. ഇവിടെ അഭക്തി എന്ന് പറയുന്നുണ്ട്, ഭക്തി വിരുദ്ധമെന്ന് പറയുന്നുണ്ട്, ഭക്തി കെട്ടതെന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹാനോക്ക് ഇവിടെ പ്രവചിച്ചു. അപ്പോൾ കൂടെ നടന്ന ഹാനോക്കിന് ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് മനസ്സിലാക്കാനും പ്രവചിക്കാനും കഴിയും. അതായത് ഭാവി കാലത്തേക്കുള്ള ആലോചന പങ്കുവെക്കുവാൻ ഹാനോക്കിന് കഴിഞ്ഞു. ഒരു ഓക്കുമരം അല്ലെങ്കിൽ കരുവേലക മരം, അതിൻ്റെ വേര് പലവിധ കാറ്റുകൾ ജീവിതത്തിൽ അടിച്ച് ജീർണത സംഭവിച്ചതുപോലെ ക്രിസ്ത്യാനിയുടെ വേര് ആയിത്തീരരുത്. കുഴിമാടത്തിലേക്ക് പോകുമ്പോൾ ദൈവം നിന്നെ പഠിപ്പിച്ചത് അനുഭവത്തിൽ കൂടി നടത്തി എടുത്ത് കാണിച്ചു തന്നത് നീ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകരുത്. ഡോണ്ട് ടേക്ക് യുവർ വിസ്ഡം ടു യുവർ ഗ്രേവ്. ശ്രദ്ധിക്കാൻ താല്പര്യമുള്ളവരോട് നീ ഷെയർ ചെയ്യുക. ദോസ് ഹു ആർ വൈസ് വിൽ ലിസൺ. ഡോണ്ട് റിട്ടയർ, യു റീഫോക്കസ്. ഉൽപ്പത്തി പുസ്തകം 3:8 വെയിലാറിയപ്പോൾ ദൈവം ഏദൻ തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. വെയിലാറുക എന്നത് വളരെ ആനന്ദവും കുളിർമയും സ്വസ്ഥതയും സമാധാനവും ഒക്കെ തരുന്ന കാലാവസ്ഥയാണ്. ദൈവത്തോടുകൂടെ ആദാവും ഹവ്വായും നടന്ന കാലമൊക്കെയും അവരുടെ ഹൃദയത്തിലും ആത്മാവിലും അവർക്ക് തണുപ്പും സന്തോഷവുമായിരുന്നു. എന്നാൽ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ കഠിനാധ്വാനം ചെയ്ത് വിയർപ്പോടെ അപ്പം ഭക്ഷിക്കേണ്ടി വന്നു. ആയതിനാൽ അവരുടെ ജീവിതം ദുരിതപൂർണമായി തീർന്നു. ആത്മീയ സഭയിൽ, പത്യോപദേശം പഠിപ്പിക്കുന്ന സഭയിൽ ദൈവസാന്നിധ്യമുണ്ട്, അവിടെ ദൈവമുണ്ട്, അവിടെ ദൈവത്തോടുകൂടെ നടക്കാൻ സാധിക്കും. എനിവേ, ഈനോക്ക് എൻജോയ്ഡ് ക്ലോസ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ. 1 കൊരിന്ത്യർ 1-ാം 1 Corinthians chapter 1 verse 9 says, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവവുമായുള്ള ബന്ധത്തിൽ അവൈലബിലിറ്റി, നോട്ട് ഏജ്, ഈസ് വാട്ട് കൗണ്ട്സ്. അവൈലബിലിറ്റി കൗണ്ട്സ്. ലൂക്കോസ് 2:36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകയുണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സു ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹന്ന ഫനുവേലിൻ്റെ, ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകൾ. അവളൊരു പ്രവാചകിയായിരുന്നു. ദേവാലയം വിട്ടുപിരിയാത്തവളായിരുന്നു. പ്രാർത്ഥിക്കുന്നവളായിരുന്നു. ഉപവസിക്കുന്നവളായിരുന്നു. രാവും പകലും താൻ ആരാധിക്കും കേട്ടോ. ദൈവത്തെ സ്തുതിക്കുന്നവളായിരുന്നു. അവനെക്കുറിച്ച് എല്ലാവരോടും പ്രസ്താവിക്കുന്നവളുമായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞതിൽ എത്ര ഗുണം നമുക്കുണ്ട്. വയസ്സോ 84 വയസ്സ്. ഞാൻ പറയട്ടെ, എക്സ് പ്രസിഡൻസിനെയും എക്സ് ജനറൽസിനെയും ഒക്കെ ഈ ലോകം ബഹുമാനിക്കും. എന്നാൽ എക്സ് ക്രിസ്ത്യൻസിനെ,
ബഹുമാനിക്കുകയില്ല. പ്രിയ ദൈവവേദലേ, കർത്താവിനോട് ചേർന്ന് നടക്ക്. ദൈവത്തോടും ദൈവനത്തോടും പറ്റിയിരുന്നാൽ നാം അവൻ്റെ മനസ്സോട് പറ്റിയിരിക്കുന്നവരാണ്. ദൈവത്തോട് പറ്റിയിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശങ്ങളും ദുരിതങ്ങളും ക്ഷീണങ്ങളും മാറ്റി നമുക്ക് സമാധാനവും സന്തോഷവും നൽകുന്നതാണ്. എന്നേക്കും കർത്താവിനോടുകൂടെ ഇരിക്കേണ്ടതിന്, അവൻ്റെ പ്രത്യക്ഷതയിൽ നാം ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടേണ്ടതിന് ഈ നാളിൽ ദൈവവചനത്തോട് നമുക്ക് പറ്റിയിരിക്കാം. നാം പ്രായമായി വരുമ്പോൾ നാം നമ്മെ തന്നെ ഡിസിപ്ലിൻ ചെയ്യണം. വി ഷുഡ് കണ്ടിന്യൂ ടു എക്സ്പാൻഡ്, ബ്രോഡൻ ആൻഡ് കീപ് അവർ മൈൻഡ്സ് ആക്റ്റീവ് ആൻഡ് ഓപ്പൺ. പറ്റുമോ? ഹല്ലേലൂയ. അതുകൊണ്ട് അവസാനം വരെ കർത്താവിന് വേണ്ടി ജീവിക്കുക, അവനോടുകൂടെ നടക്കുക. അതിന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അടിയനെയും സഹായിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൾ തുറന്നല്ലോ കർത്താവേ, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് സംസാരിക്കുവാൻ പറ്റുന്നുണ്ടല്ലോ. നിൻ്റെ ദൈവവചനം ഹല്ലേലൂയ, നിൻ്റെ മനസ്സ് പൊഴിച്ചിട്ട് തരുന്നത് പഠിക്കുവാൻ തക്കോണം, നിന്നോട് ചേർന്നിരിപ്പാൻ തക്കോണം, നിന്നോട് പറ്റിയിരിപ്പാൻ തക്കോണം, ദൈവത്തിൻ്റെ ആലോചനയെ പ്രസ്താവിക്കുന്നവരായി തീരുവാൻ തക്കോണം കർത്താവേ, നിങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ ഞങ്ങളെ ബലപ്പെടുത്തുന്നതായി തീരട്ടെ കർത്താവേ. കുളിർമയുടെ അനുഭവം, വെയിലാറുന്ന അനുഭവത്തിൽ കടന്നു വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുവാൻ തക്കോണം കർത്താവേ. ഇന്ന് പകൽക്കാലം വചനം കേട്ട സകലരെയും നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാനോക്കിനെ പോലെ വിശ്വാസത്താൽ നടപ്പാൻ തക്കോണം, ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് സാക്ഷ്യം പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കോണം എല്ലാം നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തോടു കൂടെ നടപ്പാൻ ഹല്ലേലൂയ, ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിച്ച് അതിന് പ്രകാരം ജീവിപ്പാൻ നീ ഞങ്ങൾക്ക് ആവശ്യമാകുന്ന കൃപ തരണം. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.